പിന്നെ ഗായ്സ് നമ്മൾ കണിയൊക്കെ കണ്ടു, കൈനീട്ടമൊക്കെ വാങ്ങിയെങ്കിൽ കൈനീട്ടം പിന്നെ നമ്മൾ ചടക്കം പൊട്ടിച്ചു കേട്ടോ. കൈനീട്ടം അമ്മേൻ്റെ അടുത്ത് നിന്ന് എനിക്ക് 101 രൂപ കിട്ടി, അച്ഛൻ്റെ അടുത്ത് നിന്ന് 200 കിട്ടി. പിന്നെ അങ്ങനെ വേറെ ചേച്ചീൻ്റെ അടുക്കുന്ന 100 കിട്ടി, ഏട്ടൻ്റെ അടുക്കുന്ന 200 കിട്ടി. പിന്നെ വേറെ ചേച്ചീൻ്റെ അടുക്കുന്ന 50 കിട്ടി. അങ്ങനെ ഈ പ്രാവശ്യം കുറച്ച് കുശാലേനു. അപ്പോൾ ഇത്ര കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം എനിക്ക് കൈനീട്ടം തന്നത് അമ്മേൻ്റെ കയ്യിൽ നിന്നാണ് കഴിച്ച് ഞാൻ വാങ്ങിയത്. അമ്മേൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ എനിക്ക് ചവളവോ കിട്ടാൻ തുടങ്ങി. അങ്ങനെ പിന്നെ പോയിട്ട് നെൽച്ചക്രവും പൂക്കുറ്റിയെല്ലാം കത്തിക്കാൻ തുടങ്ങിയ അമ്മയും അട്ടനെല്ലാം കണി വെച്ച് കണ്ടപ്പാട് പോയിട്ട് കിടന്നിന്. ഞാനും അച്ഛനും കുറച്ച് പൊട്ടിച്ചു കേട്ടോ. പിന്നെ എനിക്ക് അമ്പലത്തിൽ പോകാനുണ്ടായിരുന്നു. ഇത് എല്ലാം കൊടുത്തു. ഞാൻ കിട്ടിയതൊക്കെ ഇപ്പോൾ പിന്നെ എനിക്ക് ആപ്പൻ 500 റുപ്യ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെക്കൊണ്ടാണ് ഞാൻ ഇന്നലെ ഡ്രസ്സ് എടുത്തേക്ക്. അതിനെ മിനി വ്ളോഗിൽ പറഞ്ഞിരുന്നു ഡ്രസ്സ് എടുത്തത്. പിന്നെ ഇതേ ചടക്കൊക്കെ പൊട്ടിച്ചു. ഇതെന്താണ് സാധനം? അതെന്താണ് സാധനം? ഇത് ഞാൻ വിചാരിച്ച ആകാശത്താണത്. എന്തോ ഒരു സാധനം. പിന്നെ ഇത് നമ്മളെ വീട്ടിൽ ഞാൻ കാണിച്ചല്ലോ, ഇങ്ങനെയാണ് ഇട്ടത്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ പോയിട്ട് കുളിക്കാൻ വിചാരിച്ചു. നമ്മളെടുത്ത കാവില്ലേ, നമ്മളവിടെ പോയെന്ന് കരുതി കുളിച്ചിട്ട് കാവിലത്തെ ഉത്സവം കഴിഞ്ഞിട്ട് കുറേ ദിവസമായിട്ടോ. അപ്പം ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ബില്ലമ്മേൻ്റെ വീട്ടിൽ വെച്ച വിഷുക്കണിയാണ്. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, എഡിറ്റ് ചെയ്തിട്ടിടണം. പക്ഷേ അതിലത് തെയ്യത്തിനെ കാണിക്കാൻ പറ്റില്ല ഗൈസ്, എനിക്കതിൻ്റെ തലേ ദിവസമായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കിയുള്ള താലപ്പൊലിക്ക് പോയതും ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. ഡാൻസിൻ്റെ ഇടയില്ല, ഡാൻസിൻ്റെ മേക്കപ്പ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതേ ഉച്ചക്ക് പിന്നെ ഞാൻ കിടന്നുറങ്ങിപ്പോയി. പിന്നെ എണീച്ചത് ഉച്ചക്കാണ് കേട്ടോ. ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് നമ്മളിവിടെ മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇവിടെ കണ്ണൂർ എനിക്കറിയുന്ന ഇവിടെ അങ്ങനെ സദ്യ ആക്കില്ല. അതിൻ്റെ തലേ ദിവസമാണ് നമ്മളിന്ന് സദ്യ ആക്കിയിട്ട് ഇന്ന് മട്ടൻ ബിരിയാണി ആക്കി കേട്ടോ. പിന്നെ അമ്മ നല്ലൊരു പ്രഥമന എന്തോ ഒരു പായസം വെച്ചിന്, പക്ഷെ അത് അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ വൈകുന്നേരം ഒരു കടന്ന് കുറച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നല്ല ആകാശം ഇങ്ങനെ ഉരുണ്ട് മൂടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ കുറച്ചധികം ചടക്കം പൊട്ടിച്ചിരുന്നു, അന്നേരം ഗുണ്ടൊക്കെ പൊട്ടിച്ചിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ കറക്റ്റ് വിഷു ദിവസം തന്നെ നല്ല മഴ പെയ്തു കേട്ടോ. പിന്നെ നമ്മൾ രാത്രി ആയിരുന്നു ഷോപ്പിക്സ് പോയി ഒരു ഇത് വാങ്ങണേനു. എന്തായിരുന്നു പാത്രമൊക്കെ വെക്കുന്ന ഒരു ഷെൽഫ് വാങ്ങണേനു കേട്ടോ. ഞാൻ സ്റ്റോറി ബുക്കും ലേസൊക്കെ വാങ്ങി. അപ്പോൾ ബാക്കി ഇത്രയേ ഉള്ളൂ ഗായ്സ്. എൻ്റെ വിഷു വ്ളോഗൊക്കെ. ബായ്.